ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാനും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനെ ഞാൻ കർത്താവിനെ നീയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. എൻ്റെ വീഡിയോ കേൾക്കുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട രാത്രികൾ നമ്മളെ വിട്ടുപോയി തന്നിരിക്കുന്ന പ്രഭാതത്തെ നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളിന്ന് പകൽക്കാലം ഉണർവോടെ ആയിരിക്കുന്നത് നമ്മൾ മിടുക്കൊണ്ടല്ല, നമ്മുടെ കർത്താവിൻ്റെ ദയ ഒന്ന് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളുടെ കർത്താവിനെ നാം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വചനത്തിലൂടെ ഷെയർ ചെയ്യാൻ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആരിൽ ആശ്രയം വയ്ക്കണം. ഹല്ലേലൂയ. ആശ്രയം നമ്മളിൽ ആരിൽ വയ്ക്കണം എന്നുള്ള ഒരു ദൈവവചനത്തെക്കുറിച്ച് നമ്മൾക്കിന്ന് പകൽക്കാലം ധ്യാനിക്കാം. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും കർത്താവ് ഈ പകൽക്കാല വചനത്തിലൂടെ ഒന്നുകൂടെ ഉറപ്പിക്കുവാനും കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കാനും ഇത് സഹായിക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്നും പറയുന്ന പോലെ ഞാൻ ഓരോ വീഡിയോകളും ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഓരോ ദിവസവും വചനം വായിക്കുകയും പഠിക്കുകയും ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ കൂടുതൽ മർമ്മങ്ങളെ കർത്താവ് എനിക്ക് മനസ്സിലാക്കി തരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ഞാൻ ഓരോന്ന് സംസാരിക്കുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അറിയാതിരുന്ന അങ്ങനെ പ്രവർത്തിക്കാതിരുന്ന ഓരോ നിമിഷങ്ങളും ദിവസങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മൾക്കെല്ലാം സുപരിചിതമായ ദൈവവചനമാണ്. 118 സങ്കീർത്തനത്തിൽ നമ്മൾ 8-ലും 9-ലും വായിക്കുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മേൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്തു, ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കൾ, അത് ഞാനും പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കളായി ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകളൊക്കെ ഞാൻ ഇപ്പോഴെല്ലാം അതിനെല്ലാം കുറവുകളെയൊക്കെ ഞാനൊന്ന് ബെറ്ററാക്കി കൊണ്ടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ദൈവമക്കളെന്ന് പറയുന്നത് ഞാനും നിങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും പലരിലും മനുഷ്യരിൽ ആശ്രയിക്കാൻ പോയിട്ടുള്ള നിമിഷങ്ങളും അനുഭവങ്ങളും ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും പലപ്പോഴും എല്ലാ ആവശ്യങ്ങളും മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുണ്ടായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആശ്രയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നാളുകളിൽ ഞാൻ 99% ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരു 1% ഒരു ശതമാനം എവിടെയെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ദൈവമക്കൾ നമ്മൾ പറയും, നമ്മളെ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവർ, കർത്താവിനെ അനുസരിച്ച് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം ആലോചന മേടിച്ച് സകല കാര്യങ്ങളും ചെയ്യണമെന്നാണ് നമ്മുടെ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയും നമ്മുടെ ദേവദാസന്മാരുടെ അനേക ഭക്തന്മാർ നമ്മൾ കേൾക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പറയും നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട് കർത്താവിന് ഇതിന് വിഷയത്തിന് മറുപടി ലഭിക്കുന്നില്ല, എന്തുകൊണ്ട് ഇതിന് താമസിച്ചു പോകുന്നു എന്നുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുകയും നമ്മളെല്ലാം ചിലപ്പോഴും കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവ് ഇതിന് മറുപടി ലഭിക്കുന്നില്ല, ഈ വിഷയത്തിന് എന്തെങ്കിലും സംസാരിക്കുന്നില്ല, ഇതിന്മേൽ എന്തുകൊണ്ട് പ്രാർത്ഥന വിഷയം താമസിച്ചെന്ന് പോകുന്നതിനും ചിന്തിച്ചുകൊണ്ട് നമ്മളെല്ലാം നമ്മുടെ ചുറ്റും മനുഷ്യരിൽ ആശ്രയിക്കാൻ തേടി പോകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇല്ലയെന്ന് പറയുന്നവർ കൈപോക്കി അവരോട് തന്നെ എന്ന് പറഞ്ഞാട്ടെ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രാഗല്യത്തോടെ നമുക്ക് ആർക്കും അത് പറയാൻ പറ്റുമെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പ്രതിസന്ധികളിൽ ആവശ്യങ്ങളിൽ നാം മാനുഷിക സഹായം തേടുന്നവരാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിന് ഞാൻ തെറ്റ് പറയുന്നില്ല. കാരണം നമ്മൾ വചനത്തിൽ എത്രയോ അങ്ങോട്ട് വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നത് നമ്മൾ വചനപ്രകാരം ജീവിക്കുന്നത് പറഞ്ഞാലും നമ്മൾ മാനുഷികമായി ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഓരോ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ വെപ്രാളപ്പെടാറുണ്ട്, ആങ്ഷ്യസ് ആകാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ എപ്പോഴും ഓടിപ്പോകുന്ന ഒരു മനുഷ്യരുടെ സഹായത്തിന് വേണ്ടിയായിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്തു. അത് ഞാൻ തെറ്റ് പറയത്തില്ല. മനുഷ്യർ സഹായിക്കും, ഹല്ലേലൂയ. നമ്മുടെ കൂട്ടു സഹോദരന്മാർ സഹായിക്കും, നമ്മുടെ ബന്ധുമിത്രാളെ സഹായിക്കും, മാതാപിതാക്കളെ സഹായിക്കും, എല്ലാവരും നമ്മളെ സഹായിക്കും, ഹല്ലേലൂയ. ഞാൻ എന്നും പറയുന്ന പോലെ അതിനൊരു സമയമുണ്ട്, ഒരു ലിമിറ്റുണ്ട്, ഒരു പരിധിയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. എന്നാൽ പകൽക്കാലം നമ്മുടെ വചനം നമ്മൾ വായിക്കുകയാണ്, വായത്തിൽ പഠിക്കുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്നത് കർത്താവിനെ വന്നുള്ള പകൽക്കാലം നമ്മുടെ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എന്നാൽ നമ്മുടെ വചനത്തിൽ ഒരു ദിവസം ഒന്നുകൂടെ നമ്മൾ കേൾക്കുമ്പോൾ കർത്താവ് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ തന്നെ ഒന്ന് പുതുക്കി
നമ്മുടെ ജീവിതം ഒന്ന് പുതുക്കുവാനും കർത്താവിൻ്റെ വചനത്തിൽ ഒന്നുകൂടി ആശ്രയിപ്പാനും ഇന്ന് പകൽക്കാലം എന്നെ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ആമേൻ. ദൈവമക്കളായി നമ്മൾ കർത്താവിൽ നിന്നും ആലോചന മേടിച്ച് പരിശുദ്ധാത്മാവിന്റെ ആചരണപ്രകാരം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന. ദൈവത്തിന് ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ ദൈവമക്കളെന്ന് പറയുന്നവർ കർത്താവിൻ്റെ വചനം പ്രകാരം പരിശുദ്ധാത്മാവിന്റെ ആചരണ ദൈവകൃതപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് കർത്താവ് നമ്മളെ വചനത്തിലൂടെ പഠിപ്പിക്കുന്ന. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നമ്മളെല്ലാം നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് സമയം വൈകുമ്പോൾ നമ്മളെല്ലാം ക്ഷമയില്ലാത്തവരായിത്തീരുന്നു. ഹല്ലേലൂയ. നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ദാനങ്ങളും മാറിയിട്ട് നമുക്ക് നമ്മളെല്ലാത്ത ദുഷ്പ്രവർത്തികളൊക്കെ നമ്മൾ നീങ്ങി പോകുന്നവരായി തീരാറുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ വ്യാകുലപ്പെടും, നമ്മൾ ഭക്ഷണം കഴിക്കാതെയാകും, നമ്മൾക്ക് ഉറക്കമില്ലാതെയാകും, നമ്മൾ മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി ഓടിപ്പോകുന്നവരൊക്കെ ആയിത്തീരുന്ന അവസരങ്ങളും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ വെച്ച് നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് എത്ര നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടിയൊക്കെ നമുക്ക് താമസിച്ചാലും കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ച്, ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് കർത്താവിലും ആശ്രയിച്ച് പ്രത്യാശയോടെ ആയിരിക്കാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേ. നമ്മളൊന്ന് ഓർക്കണം, നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞവരും സഹായിക്കാമെന്ന് പറഞ്ഞവരുണ്ടായിരിക്കാം. ഹല്ലേലൂയ. സഹായിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചവർ അനേകരെ കാണും. ഹല്ലേലൂയ. നമ്മൾ ഓർത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ സഹായിക്കും. അവർ പഠിച്ചു വന്നു കഴിയുമ്പോൾ അവർ നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതൊക്കെ നമ്മൾ ഓർക്കുന്നവരുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ മാതാപിതാക്കൾ ഒക്കെ നമ്മളെ സഹായിക്കും, കൂടി സഹോദരങ്ങളെ സഹായിക്കും നമ്മൾ ചിന്തിക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിച്ച് നമ്മൾ മറ്റുള്ള സഹായിക്കുമ്പോൾ തിരിച്ച് നമ്മളെ സഹായിക്കുമെന്നുള്ള അങ്ങനെ ഒരു മനോഭാവമൊക്കെ നമുക്കുണ്ടാകുമല്ലോ. ദൈവത്തെ അത് മാനുഷികമാണ്, നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് അവരെല്ലാം സഹായിക്കുമെന്ന് കരുതിയിട്ട് സഹായിക്കാതെ വരുമ്പോഴേ ഹല്ലേലൂയ നിരാശപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ദൈവനാമത്തിൽ ആർക്കെങ്കിലും സഹായിക്കുകയോ ആരെങ്കിലും കരുതുകയോ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പ്രതിഫലം പ്രതീക്ഷിക്കരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ദൈവനാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരവസ്ഥകൾ, അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞവരും അവർക്കൊരു ലിമിറ്റ് ഉണ്ടെന്നേ. എന്നാൽ നമ്മുടെ കർത്താവിന് സഹായിക്കാമെന്ന് പറഞ്ഞാൽ സഹായിക്കുന്നതാണ്, വിശ്വസ്തനാണ്, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വിട്ടു. അതൊക്കെ ഒരു ലിമിറ്റിൽ, അത് നമ്മളെ വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിപ്പമേറിയ രീതി കർത്താവ് സഹായിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവജനം നമ്മളോട് പറയുകയാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കൊരു തീരുമാനം എടുക്കാം. ഓരോ ദിവസം വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൽ നമുക്ക് താഴ്ത്തിയപ്പോഴുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ആ വചനത്തെ കേൾക്കുമ്പോൾ വിമർശിക്കുന്നവരായിട്ടോ അതിനെ കുറ്റം പറയുന്നവരായിട്ടോ ഹല്ലേലൂയ എന്ന് അങ്ങനെയുള്ളവരായി തീരാതെ നമ്മൾ ആരിൽ നിന്നൊക്കെ ദേവദാസന്മാരിൽ നിന്ന് നമ്മൾ കുടുംബസംഘങ്ങളുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ ആ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ശോധന ചെയ്യും. ഹല്ലേലൂയ. അത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ വചനത്തിൽ നമുക്ക് ഒന്നുകൂടെ താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മൾ എളിമയോടെ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ കർത്താവിനെ വചനം താഴ്ത്തി ഏൽപ്പിച്ച് ഒന്നുകൂടെ നമ്മുടെ ഹൃദയത്തിലൊരു തീരുമാനമെടുക്കുകയും നമ്മുടെ തീരുമാനത്തെ പുതുക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ അനുഗ്രഹം, വലിയൊരു വിടുതലുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആമേൻ. ദൈവത്തിൽ ആശ്രയം ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. നമ്മൾ ഈ വായിച്ച വചനത്തിന് മുമ്പ് നമ്മൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ തന്നെ ഞാൻ ആശ്രയിക്കുമെന്നുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം എടുക്കുവാനിടയാകട്ടെ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും നമ്മൾ ദൈവസേനയിൽ കർത്താവിൽ ആശ്രയിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ദൈവനാമം മഹത്വപ്പെടും. ഹല്ലേലൂയ. അത് മറ്റുള്ളവർ കാണുവാനിടയാകും. ഹല്ലേലൂയ. അതോടെ കർത്താവിൽ ഒന്നുകൂടെ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനിടയാകും. ഹല്ലേലൂയ. നമ്മുടെ ദൈവമക്കളെന്ന് പറഞ്ഞിട്ട് മാനുഷികമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ദൈവപ്രവൃത്തി നമ്മുടെ വിഷയങ്ങളുടെ മേൽ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് താമസം വരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഓരോ പ്രതികൂലങ്ങളിൽ കർത്താവ് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ഒന്ന് ശോധന ചെയ്ത് നമ്മളെ ഒന്ന് വിശുദ്ധീകരിച്ചെടുക്കാനും കൂടെ കർത്താവ് നോക്കുമല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട്
നമ്മൾ കർത്താവിൽ ആശ്രയിച്ചെടുക്കുന്ന ഏത് തീരുമാനങ്ങളും അത് ദൈവനാമമഹത്വത്തിനായി തീരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കർത്താവിലെടുക്കുന്ന ഏത് തീരുമാനങ്ങളും അത് നന്മയ്ക്കായി തീരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ കഴിഞ്ഞ കാലങ്ങളെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ കൂടിയാണ് നിങ്ങളോട് സംസാരിക്കുന്ന. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. നമ്മൾക്ക് എപ്പോഴും ആശ്രയിക്കാൻ എന്ത് വിഷയങ്ങളായിക്കോട്ടെ, രോഗങ്ങളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, ഹല്ലേലൂയ, പ്രതികൂലങ്ങളാകട്ടെ, സാമ്പത്തിക വിഷയങ്ങളാകട്ടെ, എന്തു ആയാലും നമുക്ക് കർത്താവിൻ്റെ വചനം വായിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ കർത്താവ്, നമ്മുടെ വിശ്വസ്തനായ കർത്താവ്, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനം എടുക്കാം. ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കാൻ പോകത്തില്ല, പ്രഭുക്കന്മാർ ആശ്രയിക്കാൻ പോകത്തില്ല, കൂട്ടു സഹോദരങ്ങളിൽ ആശ്രയിക്കാൻ പോകത്തില്ല. എൻ്റെ ആശ്രയം എൻ്റെ കർത്താവിലും എൻ്റെ കർത്താവിൻ്റെ വചനത്തിലും മാത്രമായിരിക്കുന്ന ഒരു തീരുമാനം ഇന്ന് പകൽക്കാലം നമ്മൾ എടുക്കാൻ കഴിയട്ടെ എന്ന് കർത്താവിൻ്റെ വചനം അർപ്പിക്കുന്നു. അങ്ങനെ തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആമേൻ പറഞ്ഞ് അതിന്മേൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 34-ാം സംഗീതം നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവർ മുഖം പരിചിച്ചു പോയത് കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, കർത്താവിനെ വിളിച്ച് വേദനിക്കപ്പെട്ടവർ. ഹല്ലേലൂയ, നമുക്ക് രോഗങ്ങളുണ്ടാകാം. ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ വരും. ഹല്ലേലൂയ, ദുഃഖങ്ങൾ വരും, കഷ്ടങ്ങൾ, മരണം, വേർപാടിന് ദുഃഖങ്ങളുണ്ടാകാം. എന്നാൽ അവിടെയെല്ലാം കർത്താവിൻ്റെ വചനം നമ്മൾ കർത്താവിൻ്റെ വചനം നമ്മൾ ആശ്വസിപ്പിക്കുകയും കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് സമാധാനം കണ്ടെത്തുവാനും കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിലേക്ക് നോക്കിയവർ ആരും ലജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ, നമ്മൾ കടന്ന കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിലൂടെ കർത്താവ് അതിന്മേൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തും. ഹല്ലേലൂയ, ദൈവവിടുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവിലേക്ക് എപ്പോഴും യേശു കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചവർ, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നവർ. ഹല്ലേലൂയ, പറയട്ടെ, നമുക്ക് എപ്പോഴും ആശ്രയിപ്പാൻ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയും കർത്താവിൻ്റെ വചനവും മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചാൽ, നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മൾ ഒരിക്കലും രചിച്ചു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പകുതി കാര്യങ്ങൾ ദൈവത്തിനും പകുതി കാര്യങ്ങൾ ലോകത്തിൻ്റെ പിശാചിൻ്റെ കൊണ്ട് നടന്നാൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാലും ഫലം ചോദിക്കാൻ നമ്മളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വർഷങ്ങളായി പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് എന്ത് മറുപടി കിട്ടുന്നില്ല എന്ന് അതിന് ഉത്തരവ് ഞാൻ തയ്യാറല്ല. എൻ്റെ കർത്താവിൻ്റെ ഹിതമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഹിതമെങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കും. ഹല്ലേലൂയ, കർത്താവിൽ നിന്ന് പിടിച്ചു പറിച്ച് വാദിക്കുന്നതിൽ ഭേദം കർത്താവിൻ്റെ സമയം ക്ഷമയോടെ കാത്തിരുന്ന് ആ വിഷയത്തിന്മേൽ ക്ഷമയോടെ കാത്തിരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തി കാണാൻ വേണം ഒരു ക്ഷമ നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. നാം വേറെ ഒരിക്കലും ആശ്രയിക്കരുത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. നാം ഒരിക്കലും ആശ്രയിക്കരുത്. പ്രഭുക്കന്മാരും മനുഷ്യരിൽ കർത്താവിൽ മാത്രം ആശ്രയം, 100% കർത്താവിൽ മാത്രം ആശ്രയം വയ്ക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ എന്ന് നമ്മളോട് തന്നെ എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഹല്ലേലൂയ, ഞാൻ അങ്ങനെ കർത്താവിൽ തന്നെ ആശ്രയം വയ്ക്കാനായിട്ട് പൂർണ്ണമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. നമ്മൾ വചനത്തെ നമ്മൾ വായിക്കുന്നില്ലയോ, നമ്മൾക്ക് ദൈവ അനുകൂലങ്ങൾ പ്രതികൂലമാർ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നമ്മൾ എന്ത് ഇതിലൂടെ കടന്നു പോകും, ദൈവത്തിൻ്റെ കൃപ നമുക്ക് മതി. ഹല്ലേലൂയ, നമുക്ക് എന്തുണ്ടെങ്കിലും പിന്നെ പ്രതികൂലം വന്നാൽ, നമുക്ക് ദൈവം ഉണ്ടെങ്കിലും പിന്നെ പ്രതികൂലം ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ദൈവാനുകൂല പ്രതികൂലമാർ. ഹല്ലേലൂയ, ഞാൻ പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്, ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും ഒരു പ്രോബ്ലം ഇല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരുണ്ട്, എൻ്റെ കുടുംബം ഉണ്ടെന്ന് പറയുന്നാൽ അതിന്മേൽ എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് പറഞ്ഞാൽ എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, എൻ്റെ കർത്താവിനോട് കൂടെ ഉള്ളതിനാൽ എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. എൻ്റെ കർത്താവിനെ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുകയില്ല. എൻ്റെ കർത്താവിനെ ഒരിക്കലും കൈവിടുകയില്ല. കർത്താവിൻ്റെ കൃപ എനിക്ക് മതി. ഹല്ലേലൂയ, അങ്ങനെ ദൈവവചനത്തിലൂടെ നമ്മൾ അവർ ചോദിക്കുന്ന മറുപടി നൽകുമ്പോൾ അവരും ആ വചനത്താൽ അനുഗ്രഹിച്ച് ചെയ്യപ്പെടും. അവരും ആ വചനത്താൽ അനുഗ്രഹമായി തീരും. അവർക്കൊരു സമാധാനം ലഭിക്കും. ഹല്ലേലൂയ, നമ്മൾ വായും കൊണ്ട് ഇങ്ങനെ പറയുമ്പോഴേ അത് നമ്മൾക്കൊരു ജീവിതത്തിൽ വിടുതലായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. നമ്മുടെ ജീവിക്കുന്ന ദൈവം, നമ്മുടെ വിശ്വസ്തനായ കർത്താവ്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. സഹായിക്കുന്നവനും കരുതുന്നവനും നമ്മെ കൈവിടാത്തതുമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യും. എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും? ഞാനും നിങ്ങൾ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് യേശു കർത്താവ്. ഹല്ലേലൂയ, സ്വർഗ്ഗസ്ഥനായ പിതാവ്, സ്വർഗ്ഗസ്ഥനായ ദൈവം. ഹല്ലേലൂയ, അത് എന്നെ സഹായിക്കുമെന്നും എന്നെ കരുതുന്നവനാണെന്നും, ഹല്ലേലൂയ, അവൻ ഒരിക്കലും കൈവിടാത്തവനെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞാൽ സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ വിശ്വസിക്കണം മക്കളെ. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്നു പറയേണ്ട സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ, നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ് കർത്താവിൻ്റെ വചനത്തെ നമ്മൾ വായിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റും. നമ്മൾ ദൈവവചനം വായിച്ച് പഠിച്ച് ധ്യാനിച്ച് ആ വചനത്തെ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ, അങ്ങനെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കണം. നമ്മൾ വേറെ ആരും ആശ്രയിക്കാൻ ഒരിക്കലും പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ,
അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം. കസൻ മുഴങ്കാൽ മടക്കം, കർത്താവെ, എന്നിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ പലരിലും ആശ്രയിച്ചിട്ടുണ്ട്, എൻ്റെ കർത്താവിനെ മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ ഹിതപ്രകാരമല്ലാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കർത്താവിൽ ആശ്രയിക്കാതെ മനുഷ്യരിൽ ആശ്രയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ദേവദാസന്മാരിൽ ആശ്രയിച്ചിട്ടുണ്ട്, മാതാപിതാക്കൾ അങ്ങനെ തെറ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ മേൽ നിരപ്പ് പ്രാപിച്ചിട്ട് കർത്താവിന് ക്ഷമ ചോദിച്ചിട്ട് ഇന്നും തീരുമാനമെടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നതല്ല, ഞാൻ പ്രഭുക്കളുമേൽ ആശ്രയിക്കില്ല. എൻ്റെ ജീവിതകാലം മുഴുവൻ, എനിക്കുള്ള മുന്നോട്ടുള്ള ജീവിതകാലം മുഴുവനും ഇന്ന് പകൽക്കാലം മുതൽ ഹല്ലേലൂയ എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിച്ച് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് കർത്താവിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന തീരുമാനം എടുക്കാൻ എനിക്ക് നിൽക്കാൻ കഴിയുമോ? അങ്ങനെ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളിൽ ഓരോ ജീവിതത്തിലെ കുറവുകളെ നികത്തിക്കൊണ്ട് പോകുന്നതാണ് അതിന്മേൽ നിരപ്പ് പ്രാപിക്കാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ വിടുതലെന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ വിടുതൽ അതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ അനേക കുറവുകൾ ഉണ്ടായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നു. എന്നാൽ അതിന്മേൽ നിരപ്പ് പ്രാപിച്ച് ഹല്ലേലൂയ, നിരപ്പ് പ്രാപിക്കുമ്പോൾ അതൊരു പ്രത്യേക സമാധാനവും ഹല്ലേലൂയ ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാനിടയാകുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം എന്ന് പകൽക്കാലം കൂടി ഓർപ്പിക്കട്ടെ. നമ്മുടെ എല്ലാ ആശ്രയം കർത്താവിൽ പൂർണ്ണമായി ആകട്ടെ. ഹല്ലേലൂയ, നമ്മുടെ ആശ്രയം പൂർണ്ണമായി കർത്താവിൻ്റെ വചനത്തിലാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ നിങ്ങളുടെ പൂർണ്ണമായ ആശ്രയം വേറെ ഒരുത്തരിലും നോക്കരുത്. ദൈവത്തിന് എന്ത് പ്രതികൂലമായി കൊള്ളട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളാകട്ടെ, ഹല്ലേലൂയ, ദൈവമേ, ജോലിയുടെ വിഷയങ്ങളാകട്ടെ, ഹല്ലേലൂയ, വേർപാടിൻ്റെ വിഷയങ്ങളാകട്ടെ, ഹല്ലേലൂയ, നമ്മൾ മറ്റുള്ളൊരു ചോദ്യചിഹ്നമായി മാറിയാലും ഹല്ലേലൂയ, നമ്മൾ വിശ്വാസി പെന്തിക്കോസ് മാർഗത്തിലായിരിക്കുമ്പോൾ നമ്മളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു ചോദ്യം തന്നെയാണെന്നേ എനിക്ക് നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മൾ ചോദിക്കുന്നവരുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ചോദിക്കുന്നത്, നമ്മൾ ചോദിച്ചിട്ട് പൂർണ്ണമായി നമ്മൾ സമ്മതിക്കണം. ആ ചോദ്യചിഹ്നങ്ങളുടെ മൂലം ഒന്ന് പറയട്ടെ, നമ്മൾ മറ്റുള്ളവർ നിങ്ങൾ പതറിപ്പോകരുത്. നിങ്ങളുടെ മനസ്സ് വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ പറയണം, ഞാൻ എൻ്റെ കർത്താവിലാണ് ആശ്രയിക്കുന്നത്, എൻ്റെ കർത്താവിൽ എനിക്ക് നന്മയ്ക്കായി ചെയ്യും, ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ വശങ്ങളെ പ്രവർത്തിപ്പിക്കും എന്നുള്ള വിശ്വാസതയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം ഒന്നും കൂടി ഓർപ്പിക്കട്ടെ. എൻ്റെ നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളും നിങ്ങളുടെയും ഓരോ കാര്യങ്ങളും ഹല്ലേലൂയ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ കർത്താവിൽ പൂർണ്ണമായി തീരട്ടെ എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഈ വചനങ്ങൾ കർത്താവ് എന്നെ നിങ്ങളെയും ശക്തീകരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്ത് സേവ തന്നെ എൻ്റെ ആഗ്രഹം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്ന് ചൊല്ലും ഞാൻ. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്ന് ചൊല്ലും ഞാൻ. അപ്പോൾ എന്ത് കഷ്ടമോ നഷ്ടമോ ജീവിതത്തിൽ വന്നാലും കർത്താവിൽ തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനത്താൽ എന്നെ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കണ്ണടയ്ക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല പിതാവ്, നിമിഷത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെടുന്ന ഞങ്ങൾക്ക് തന്നതിനായി സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങളുടെ വചനം ധാന്യപ്പാൻ ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. സുഹൃത്ത വചനത്തിൽ കർത്താവ് വായിച്ചതുപോലെ മനുഷ്യരാശ്രയിക്കാതെ പ്രഭുക്കുമല്ല ആശ്രയിക്കുക, ഞങ്ങളുടെ കർത്താവിൽ മാത്രം ആശ്രയിക്കാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ വന്നിട്ടുണ്ട്, കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് മറുപടി താമസിക്കുമ്പോൾ പ്രവൃത്തിൻ്റെ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യരെ ആശ്രയിക്കാൻ പോയിട്ടുണ്ട് കർത്താവ്. എന്നാൽ കർത്താവിൻ്റെ സ്ഥലം ഞങ്ങൾ കർത്താവ് ക്ഷമയോടെ അങ്ങയുടെ പ്രവൃത്തി കൊണ്ട് കാത്തിരിപ്പാൻ അങ്ങയുടെ കർത്താവിൽ മാത്രം ആശ്രയിച്ച് കർത്താവിൻ്റെ വചനത്തിൽ മാത്രം ആശ്രയിച്ച് പ്രത്യാശയോടെ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ. അതിന്മേൽ ഞങ്ങൾക്ക് കൃപ തന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം വീഡിയോ കാണാൻ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെ സൗരരെ ഓരോരുത്തരെ പ്രാർത്ഥന വിഷയങ്ങൾ, ചെറുതുമായ പ്രാർത്ഥന വിഷയങ്ങൾ, ഹൃദയത്തിൽ ഞെരുകയും ഭാരപ്പെടുകയും കണ്ണുനീരൊഴുക്കുന്ന വിഷയങ്ങൾ, രഹസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം സ്വന്തത്തിലെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ സമയത്ത് അതിന് ദൈവപ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവിൽ കടന്നു പോകുന്ന ഓരോ ശോധനകളുടെ കർത്താവിൻ്റെ മഹത്വപ്പെടുവാനും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല, അപ്പം ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങൾ കർത്താവ് ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യ ദേശത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, കേരളത്തിലെ കാലാവസ്ഥ കർത്താവ് അനുകൂലമാക്കി കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ ഇന്ത്യ ദേശം വ്യവസായത്തിൽ പിടിക്കപ്പെടുവാനിടയാക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ ഓരോ മൂല കർത്താവ് ചുരുവഴികളും വരെ തുറക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനപ്രകാരം ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ നടത്തണമേ കർത്താവെ സ്തോത്രം. അങ്ങയുടെ ഞങ്ങളുടെ ഒരുക്കപ്പെട്ടവരാവശ്യത്തോടെ
ചിന്തയോടെ വേർപാട് ജീവിപ്പാൻ ഞങ്ങളെ തന്നെ തങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പല വിഷയങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവെ, വേദനിക്കുന്ന വേർപാട് ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. അവരെല്ലാം കർത്താവിൻ്റെ വചനത്തോടെ സമാധാനം നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. സകല ബഹുമാനവും മഹത്വം കർത്താവിന് തരുന്നു. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളും അനുഗ്രഹിക്കുമട്ടെ. പകൽക്കാലം നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ ആശ്രയം കർത്താവിൽ പൂർണ്ണമായി ആയിത്തീരട്ടെന്ന് ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മളിൽ എൻ്റെയും നിങ്ങളിലും കൂടെ ദൈവനാമം മഹത്വപ്പെടുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.